നമുക്കൊപ്പം ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, പാപിയോടൊപ്പം ശിവൻ ചേർന്നാൽ ശിവനും പാപിയായിടും എന്ന ഒരു ഉപമയിലൂടെ ഇ.പി. ജയരാജൻ പ്രകാശ് ജാവദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ തള്ളിയിരിക്കുന്നത്, നന്ദകുമാറുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ വിഷയത്തിൽ പാർട്ടിയുടെ നിലപാട് ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ നന്ദകുമാറിനെ കണ്ടതുമായി ബന്ധപ്പെട്ട വിവാദം എന്ന നിലയിൽ പാർട്ടിക്ക് അവതരിപ്പിക്കാൻ കഴിയുക? പ്രകാശ് ജാവദേക്കറുമായി കണ്ടതിന് കുഴപ്പമില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പോളിറ്റ് ബ്യൂറോ അംഗം തന്നെ ആ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നന്ദകുമാറിനെ ഒരു വിവാദ ദല്ലാളിനെ കണ്ടതുമായി ബന്ധപ്പെട്ട ഒരു വിവാദം LDF സ്ഥാനത്ത് നിന്ന് മാറ്റാൻ കാരണമായി എന്ന് പാർട്ടിക്ക് വിലയിരുത്താൻ കഴിയുമോ? പാർട്ടിക്ക് മുന്നിലുള്ളൊരു രാഷ്ട്രീയ വിഷയമല്ലേ അത്? അരുൺ, മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് പാപിയുടെ കൂടെ ശിവൻ ചേർന്നാൽ ശിവനും പാപി ആയിടുമെന്നാണ്. അപ്പോൾ പാപി എന്ന് പാർട്ടി കരുതുന്ന, വിമർശിക്കുന്ന, ആരോപിക്കുന്ന TG നന്ദകുമാറിൻ്റെ മധ്യസ്ഥതയിലാണ് പ്രകാശ് ജാവദേക്കറുമായി ഇ.പി. ജയരാജൻ കൂടിക്കാഴ്ച നടത്തിയത്. അപ്പോൾ പാപിയുമായി കൂട്ടുചേർന്നത് കൊണ്ടുണ്ടായ അപകടം എന്ന നിലയ്ക്കാണ് പിണറായി അതിനെ അവതരിപ്പിക്കാൻ ശ്രമിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇ.പി. ജയരാജൻ്റെ ജാവദേക്കർ കൂടിക്കാഴ്ചയെ CPIM മുഖ്യമന്ത്രി പിണറായി വിജയനോ ഒട്ടും കുറച്ച് കാണുന്നില്ല, അതിൻ്റെ ഗൗരവം ഒട്ടും കുറഞ്ഞു കാണുന്നില്ല. അതിനെ ഒന്ന് ആലങ്കാരികമായി അവതരിപ്പിച്ചപ്പോൾ വന്ന ചില ഈ ഇറോഷൻ ഓഫ് തോട്ട് എന്ന തരത്തിൽ ചില ആശയങ്ങൾ ചോർന്നു പോയതൊഴിച്ചാൽ ഈ ജാവദേക്കർ കൂടിക്കാഴ്ചയെ തന്നെയാണ്, അതായത് ഈ നന്ദകുമാറിൻ്റെ മധ്യസ്ഥതയിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഇതെന്ന് വരുത്തി തീർക്കാനാണ് CPM അല്ലെങ്കിൽ മുഖ്യമന്ത്രി ശ്രമിച്ചത്. അതിലൂടെ വന്നുപോയ ഒരു പ്രതികരണത്തിൻ്റെ സ്വാഭാവികമായ ചില വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത്. എന്നാൽ ജാവദേക്കർ കൂടിക്കാഴ്ച തന്നെയാണ് ഇ.പി. ജയരാജന് വിനയായി മാറിയിരിക്കുന്നത്. അതാണ് അദ്ദേഹത്തിനെതിരെയുള്ള നടപടിക്ക് കാരണം. ഇതിനൊപ്പം തന്നെ സംസ്ഥാനത്തെ 5 മണ്ഡലങ്ങളിലെങ്കിലും BJP അണിനിരത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികൾ മികച്ചവരാണ് എന്ന ഇ.പിയുടെ പ്രസ്താവനയും വളരെ ശ്രദ്ധേയമായിരുന്നു. അതിനെ ആ ഘട്ടത്തിൽ തന്നെ CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വം പരസ്യമായി തള്ളിപ്പറഞ്ഞിരുന്നു. പിന്നീട് മുഖ്യമന്ത്രിയും അതിനെ തള്ളിപ്പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിനിടയിൽ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ പൊളിറ്റിക്കലായി LDF കൺവീനറിൻ്റെ സ്ഥാനത്ത് നിന്ന് ഇരിക്കുന്ന ഒരാളിൽ നിന്ന് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. എന്നാൽ ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കണം. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ ഘട്ടത്തിൽ ഇ.പി. ജയരാജൻ എവിടേക്കാണ് അദ്ദേഹം പ്രചാരണത്തിന് പോയത്? അദ്ദേഹം കാസർഗോഡ് മണ്ഡലത്തിൻ്റെ ചാർജുകാരനായി, അല്ലെങ്കിൽ പൂർണ്ണസമയ ചാർജല്ല, അതിൻ്റെ മേൽനോട്ട ചുമതലയുള്ള ആളായി അദ്ദേഹം കണ്ണൂർ കാസർഗോഡ് ഭാഗത്ത് മാത്രം ഒതുങ്ങുകയാണ് ഉണ്ടായത്. സാധാരണ LDFൻ്റെ കൺവീനറായിരിക്കുന്ന ഒരാൾ, കേരളത്തിലെ മുഖ്യമന്ത്രി കഴിഞ്ഞാൽ ഏറ്റവും മുൻനിര പ്രചാരകനായി മാറേണ്ട ഒരാൾ, അദ്ദേഹത്തിന് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു പ്രചാരണ ദൗത്യം പാർട്ടി കൊടുത്തിരുന്നോ? ഇല്ല, അതാണ് വാസ്തവം. അപ്പോൾ അതിനിടയ്ക്കാണ് ഈ ജാവദേക്കർ കൂടിക്കാഴ്ച അടക്കമുള്ള കാര്യങ്ങളിലെ വിവാദവും വരുന്നത്. ആദ്യം തന്നെ പ്രചാരണ രംഗത്ത് നിന്ന് അദ്ദേഹത്തിന് ഒരു പ്രാമുഖ്യം കിട്ടാതിരിക്കാൻ കാരണം കേരളത്തിലെ 5 BJP സ്ഥാനാർത്ഥികൾ മികച്ചവരാണെന്ന പ്രസ്താവനയാണ്. അതിനെ CPI അടക്കമുള്ള കക്ഷികൾ തള്ളിപ്പറഞ്ഞപ്പോഴാണ് അതിൽ 5 അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതിൽ 1 തിരുവനന്തപുരം മണ്ഡലമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെയാണ് CPIയുടെ പൊന്നിൻ രവീന്ദ്രൻ മത്സരിച്ചത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ അദ്ദേഹത്തെ വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കി. ഈ തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ അദ്ദേഹം കണ്ണൂർ കാസർഗോഡ് ജില്ലകളായി ഒതുങ്ങുകയായിരുന്നു. അദ്ദേഹത്തിന് കേരളത്തിൽ എവിടെയും മറ്റ് ചുമതലകളോ പ്രചാരണ ദൗത്യങ്ങളോ ഉണ്ടായിരുന്നില്ല എന്നതുകൂടി നമ്മൾ ഈ ഘട്ടത്തിൽ ഓർക്കേണ്ടതുണ്ട്.